ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിൻ്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. കൺവെൻഷനിലെ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഒപ്പം എന്നെ കേൾക്കുന്ന അംഗങ്ങൾക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. എൻ്റെ സബ്ജക്റ്റ് ദൈവം കളിക്കുന്നത് നിർത്തി എന്നതാണ്. അത് തീർച്ചയായും 1, 2, 3 പടികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരെ എൻ്റെ സബ്ജക്റ്റിലേക്ക് പോവുകയാണ്. ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്കും വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കുന്നതിന് വേണ്ടി എത്ര ദൂരം പോകാനും നിങ്ങൾ ആഗ്രഹമുള്ളവരാണെങ്കിൽ എങ്കിൽ നിങ്ങൾ ചില നടപടികൾ എടുക്കുവാൻ തയ്യാറുള്ളവരാണ്. ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്കും വേണമെന്ന് ഷിബു ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കുന്നതിന് വേണ്ടി എത്ര ദൂരം പോകാനും ഷിബു ആഗ്രഹമുള്ളവനാണെങ്കിൽ എങ്കിൽ ഷിബു ചില നടപടികൾ എടുക്കാൻ തയ്യാറുള്ളവനാകണം. ഇതാണ് എൻ്റെ സ്പോൺസർ. എൻ്റെ ബിഗ് ബുക്കിൽ ഈ ഞങ്ങൾ എന്ന സ്ഥാനത്ത് ഷിബു എന്ന് എഴുതി. അപ്പോൾ ഒന്നാമത്തെ പടിയിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നാമത്തെ പടി, മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനെന്ന് ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി. അപ്പോൾ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനെന്ന് ഷിബു സമ്മതിച്ചു. ഷിബുവിൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയി. അപ്പോൾ മദ്യത്തിന് മുന്നിലെ ശക്തിഹീനത തെളിയിക്കാനായിട്ട് എൻ്റെ കുറേ ഉദാഹരണങ്ങൾ പറയാനുണ്ടാവും. പക്ഷെ അതെല്ലാം ഇന്നിപ്പോൾ ഇവിടെ ഒരുമിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് 1, 2 ഉദാഹരണങ്ങൾ പറയണം. ഒന്ന്, എൻ്റെ ഫാദർ ഒരു മദ്യപാനി ആയതുകൊണ്ട് ഒരിക്കലും കുടിക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. പക്ഷേ ഞാൻ കുടിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഞാൻ വല്ലാതെ കുടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചേർന്നെന്നുള്ളതാണ്. ഡിഗ്രി പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനൊരു ബാറുണ്ടായിരുന്നു. അവൻ്റെ ബാറിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ജോലി ചെയ്തു. അപ്പോൾ അവിടെ വെച്ചാണ് കൂടുതൽ കുടിയായത്. അപ്പോൾ അവിടെ നിന്ന് ജോലി മൂലം കുടിച്ച് 2 വർഷത്തിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എൻ്റെ ചെസ്റ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് ഡോക്ടർ എന്നെ മുമ്പിൽ വെച്ചപ്പോഴും ഞാൻ 22 23 വയസ്സുള്ള ചെറുപ്പക്കാരനായി ഞാൻ വളരെ ഭയപ്പെട്ടു. ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാത്ത രീതിയിൽ ഞാൻ എത്തിപ്പെട്ടോ എന്ന് ഭയപ്പെട്ടു. ഭയം കൊണ്ട് തന്നെ 4 വർഷം ഞാൻ കുടി നിർത്തി. പക്ഷേ ഞാൻ വീണ്ടും കുടിച്ചപ്പോൾ ഞാൻ പഴയ കുടിച്ച അതേ അവസ്ഥയിൽ തന്നെ കുടിച്ചു. ഞാൻ പിന്നീടുണ്ടായ എൻ്റെ കുടി വളരെ രൂക്ഷമായിരുന്നു. എപ്പോൾ രാത്രി കാലങ്ങളിൽ ലേറ്റായിട്ട് വീട്ടിൽ വരിക, ഞാൻ ചിലപ്പോൾ ബോധം കെട്ടുപോവുക. എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ സംസാരിക്കുന്നത്. ചില സമയത്ത് ടി വി തല്ലി വിളിക്കും. ഞാനവിടെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് അനിയന്ത്രിതമായി പോയ ഒരുപാട് ഉദാഹരണങ്ങൾ. അപ്പോഴാണ് ബുക്കിൽ എൻ്റെ സ്പോൺസർ എനിക്ക് പറഞ്ഞു തന്നത്, മദ്യത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് സത്യസന്ധമായിട്ട് ഷിബു ആഗ്രഹിക്കുമ്പോഴും ഷിബുവിന് അത് സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കുടിക്കുന്ന അളവിൻ്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണവും ഷിബുവിന് വരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഷിബു ഒരു അമിത മദ്യപാന രോഗിയാണെന്ന്. പ്രത്യേകിച്ച് പേജ് നമ്പർ 108, 109, 110 രൂപയിൽ 1, 2, 3, 4 എന്ന രീതിയിൽ ഒരു മദ്യാസക്തൻ്റെ വളരുന്ന രോഗത്തിൻ്റെ ചിത്രം വളരെ വ്യക്തമായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കത് വായിച്ചാൽ അത് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ എളുപ്പമുണ്ടാവും. ഈ പേജ് നമ്പർ 30 പറയുന്ന പോലെ ബിയർ മാത്രം കുടിക്കുക, വല്ലപ്പോഴും കുടിക്കുക, കുടിയുടെ എണ്ണം കുറയ്ക്കുക, ഒരിക്കലും കുടിക്കാതിരിക്കുക, രാവിലെ കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക, ജോലി സ്ഥലങ്ങളിൽ കുടിക്കാതിരിക്കുക, അങ്ങനെ 100 ഘട്ടം, ചിലപ്പോൾ പട്ടിക വീണ്ടും നീണ്ടുപോകാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് എനിക്ക് 32ാമത്തെ വയസ്സിലാണ് ഞാൻ എത്തുന്നത്. അപ്പോഴാണ് പേജ് നമ്പർ 32 പറഞ്ഞിരിക്കുന്നത്, ഗുരുതരമായ നിലയിലെത്താൻ ഒരാൾ ദീർഘകാലം കുടിച്ചിരിക്കണമെന്നില്ല. ചിലരെ പോലെ ധാരാളം അളവ് കുടിച്ചിരിക്കണമെന്നില്ല. അയാൾ മദ്യപാനിയായി തീരണമെങ്കിൽ എത്രമാത്രം അയാൾ കുടിച്ചുവെന്നോ, അല്ലെങ്കിൽ എന്ത് അളവ് അയാൾ കുടിച്ചുവെന്നോ, എത്ര കാലം കുടിച്ചുവെന്നുള്ളതല്ല എന്ന് ബുക്കിൽ പറയുന്നുണ്ട്. ഏതായാലും ചില ആളുകളെ പോലെ 20 വർഷമൊക്കെ കുടിക്കുന്ന ആളുകൾ കുടിച്ചില്ലെങ്കിലും അവർ കുറച്ച് കാലമേ കുടിച്ചിട്ടുള്ളൂവെങ്കിലും കുടിച്ചിരുന്നവരെ പോലെ തന്നെ, അല്ലെങ്കിൽ ദീർഘകാലം കുടിച്ചിരുന്നവരെ പോലെ തന്നെ നിസ്സഹായരായി തീർന്നു എന്ന് ബുക്കിൽ പേജ് നമ്പർ 32 പറയുന്നുണ്ട്. മദ്യപാന രോഗികൾ മദ്യത്തിൻ്റെ പ്രവർത്തനം ഒരുതരം ശാരീരിക അലർജിയാണെന്നാണ് പറയുക. മദ്യത്തോട് ആർത്തി എന്ന പ്രതിഭാസമില്ലാതെ ഇത്തരം ആളുകൾക്ക് കുടിക്കാൻ സാധിക്കുകയില്ല. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഒരു പെഗ് കഴിച്ചാൽ വീണ്ടും കഴിക്കണമെന്നുള്ള ഒരാഗ്രഹം. പൂർണ്ണമായും കുടിയിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് പരിഹാരമെങ്കിലും സാധിക്കുന്നില്ല. മദ്യപാന രോഗിയുടെ സാധാരണ രോഗിയെ പോലുള്ള നിലയിലുള്ള കുടിയനാക്കി മാറ്റുന്ന എന്തെങ്കിലും കാര്യമോ മരുന്നോ ഇതുവരെയും ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. 1939
സിൽക്ക് പുറത്ത് അത് ഡോക്ടറുടെ അഭിപ്രായത്തിൽ കൃത്യമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. ഭാവിയിൽ കണ്ടുപിടിച്ചേക്കാം, പക്ഷേ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇന്നും അവ്യക്തമായ കാര്യങ്ങൾ ഒരു മദ്യാസക്തന് മദ്യത്തിൻ്റെ കാര്യത്തിൽ കുടിക്കുക എന്നതൊഴിച്ച് മറ്റൊന്നും ചെയ്യാനില്ല. ഇച്ഛാശക്തി അല്ലെങ്കിൽ വിൽ പവർ എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ലാതായിരിക്കുന്നു. ഒരു മദ്യപാനത്തിൻ്റെ പ്രധാന പ്രശ്നം ശാരീരികം എന്നതിനേക്കാൾ ഉപരി മാനസികമാണ്. എനിക്കറിയാം ഈ തവണ കൂടി എനിക്ക് പ്രശ്നമുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ തവണ കൂടി കുടിച്ചാൽ എനിക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് കുടിക്കുക. പക്ഷെ നോക്കൂ, അത് ഒരു മരണത്തിൻ്റെയോ അല്ലെങ്കിൽ ദുരിതത്തിൻ്റെയോ അല്ലെങ്കിൽ ഭ്രാന്തമായ ഒരവസ്ഥയിലേക്കോ എത്തി ചേർക്കുകയാണ് ചെയ്യുക. മദ്യത്തിൻ്റെ ഈ മാനസികാവസ്ഥ പ്രകടമായിട്ടും ഒരു ഈ ഒബ്സഷൻ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു നിർബന്ധം വന്ന് ചേരുകയാണ്. ഏതായാലും വ്യക്തിബന്ധങ്ങളിൽ കുഴപ്പമുണ്ടായി, വൈകാരികമായിട്ടുള്ള അവസ്ഥകളിൽ കുഴപ്പമുണ്ടായി, ജീവിതത്തിൽ വ്യർത്ഥതാബോധമുണ്ടായി, ജീവിക്കാനായിട്ട് നല്ല മാർഗം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല, ഒരുപാട് ഭയപ്പാടുള്ളവനായിരുന്നു, അസന്തുഷ്ടനായിരുന്നു. ഏതായാലും കുറച്ച് വകകൾ അകത്തായി കഴിയുമ്പോൾ സ്വൈരവും പഴയ സുഖവും കിട്ടാതെ വരുമ്പോൾ അസ്വസ്ഥനും ചുണ്ടിക്കാരനും അസംതൃപ്തരുമായി തീരുന്നു എന്ന് ബുക്ക് പറയുന്നുണ്ട്. RID, റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടന്റ്. പഴയ പോലെ എനിക്ക് സുഖമായി കുടിക്കാൻ സാധിക്കുന്നില്ല, പഴയ പോലെ ആ സുഖം എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല. എന്നെങ്കിലും സാധാരണ മറ്റ് കുടിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ച് മദ്യപാനത്തെ പിന്തുടർന്ന് ഭ്രാന്തിൻ്റെയോ മരണത്തിൻ്റെയോ വക്കോളം എത്തിച്ചേർന്നു. ഞങ്ങളുടെ മനസ്സിൻ്റെ അഗാധയിൽ പൂർണ്ണമായും സംബന്ധിക്കുന്നതായിരുന്നു ഞാനൊരു അമിത മദ്യപാന രോഗിയാണെന്ന്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചുവടുവെപ്പ് എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിലത് സ്റ്റെപ്പ് 1 ആണ്. ഇതിന് ആവശ്യമായ ഏകദേശം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മുക്തിയാണ്, ഈ മദ്യപാനാസക്തിയിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ ഏകദേശം ചില തത്വങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. നമ്മൾ ബുക്കിൽ പറയുന്നത് റൂൾസ് എന്നാണ്. ഇവിടെയാണ് നമ്മൾ 2ാം പടിയുടെ വാതിൽ തുറക്കുന്നത്.